Hello friends, in this section let us discuss about cardiovascular system in medicine chapter. First of all, let us discuss about guidelines. Cardiovascular service. Cardiovascular medicine services include non-invasive and invasive diagnostic testing including intracardiac testing as well as therapeutic services. Example, electrophysiological procedures. അതായത് ഇൻവേസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് ശരീരഭാഗം കട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നു ആ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ നോൺ ഇൻവേസീവ് ടെസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യുകയൊന്നും ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ എക്സ്റേ, നമ്മൾ ബ്ലഡ് പ്രഷറൊക്കെ ടെസ്റ്റ് ചെയ്യില്ലേ, അതൊക്കെ അതിൽ ഉൾപ്പെടും. ഫസ്റ്റ് ഗൈഡ്ലൈൻ നോക്കാം. ഇഫ് കാർഡിയോപൾമണറി റിസസിറ്റേഷൻ CPR is performed without other E&M services, only CPT code 92950 cardiopulmonary resuscitation, example in cardiac arrest, shall be reported. For example, if a physician directs cardiopulmonary resuscitation and the patient's attending physician resume the care of the patient after the patient has been revived, the first provider or supplier may report CPT code 92950 but not an E&M code. അതായത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് ചികിത്സ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗി, ആ രോഗീനെ ഓൾറെഡി നോക്കുന്നത് ഡോക്ടർ എ ആണ്. അയാൾക്ക് വേണ്ടിയിട്ടുള്ള സർവീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഡോക്ടർ എ ആണ്. പക്ഷേ ആ രോഗിക്ക് പെട്ടെന്നൊരു കാർഡിയാക് അറസ്റ്റ് സംഭവിച്ചു. അപ്പോൾ CPR കൊടുത്തത് ഡോക്ടർ ബി ആണ്. പക്ഷേ CPR കൊടുത്തതിന് ശേഷം ഡോക്ടർ ബി പിന്നെ വേറൊന്നും ചെയ്തിട്ടില്ല. ബാക്കിയുള്ള സർവീസൊക്കെ പ്രൊവൈഡ് ചെയ്ത് ഡോക്ടർ എ ആണ്. അതായത് അയാളെ സ്ഥിരമായിട്ട് കെയർ ചെയ്യുന്ന, ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഡോക്ടർ എ ആണ് ബാക്കിയുള്ള സർവീസൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ CPRൻ്റെ കോഡായിട്ടുള്ള 92950 ഏത് ഡോക്ടർക്കാണ് നമ്മൾ കോഡ് ചെയ്യുക? നമ്മൾ CPR കൊടുത്തിട്ടുള്ള ഡോക്ടർ ബിക്കാണ് നമ്മൾ 92950 റിപ്പോർട്ട് ചെയ്യുക. അല്ലാതെ ഡോക്ടർ എയ്ക്ക് 92950 നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അതായത് CPR കൊടുത്തിട്ടുള്ള ഡോക്ടർ ബിക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന കോഡാണ് 92950. പക്ഷേ അയാൾ വേറൊരു സർവീസും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾക്ക് E&M കോഡ് നമ്മൾ അപ്പൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഡോക്ടർ എ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാൾ, അതായത് സ്ഥിരമായി ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒരാൾ, അയാൾ CPR കൊടുത്തിട്ടില്ല. പക്ഷേ CPR ഡോക്ടർ ബി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സർവീസൊക്കെ പ്രൊവൈഡ് ചെയ്തത് ഡോക്ടർ എ ആണ്. സോ അയാൾക്കാണ് നമ്മൾ E&M കോഡ് അപ്പൻഡ് ചെയ്യേണ്ടത്, E&M കോഡ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അതായത് ഡോക്ടർ എ ആണ് സ്ഥിരമായി ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒരു ഡോക്ടർ, അയാളാണ് സർവീസ് അവിടെ പ്രൊവൈഡ് ചെയ്ത്. സോ അയാൾക്കാണ് E&M സർവീസിൻ്റെ കോഡ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക. ഡോക്ടർ ബി ജസ്റ്റ് CPR കൊടുത്തു, അതല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ CPRൻ്റെ കോഡായിട്ടുള്ള 92950 ഡോക്ടർ ബിക്ക് അപ്പൻഡ് ചെയ്യണം. ഡോക്ടർ എക്ക് CPRൻ്റെ കോഡ് അപ്പൻഡ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡോക്ടർ ബിക്ക് CPRൻ്റെ കോഡ് മാത്രമേ റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. E&M സർവീസ് കോഡ് അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഇതാണ് ഈ ഗൈഡ്ലൈൻസ് പറയുന്നത്. നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ഗൈഡ്ലൈൻ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. CPR കൊടുത്ത ഡോക്ടർക്ക് മാത്രമേ ആ ഒരു CPRൻ്റെ കോഡ് കൊടുക്കാൻ പാടുള്ളൂ. അയാൾ സർവീസ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അയാൾക്ക് E&M കോഡുകളൊന്നും കൊടുക്കരുത്. നെക്സ്റ്റ് ഗൈഡ്ലൈൻ, ക്രിട്ടിക്കൽ കെയർ E&M സർവീസസ് CPT codes 99291 and 99292 and prolonged E&M services CPT codes 99354 to 99357 are reported based on type. Providers or suppliers shall not include the time devoted to performing separately reportable services when determining the amount of critical care or prolonged provider E&M service time. For example, the time devoted to performing cardiopulmonary resuscitation CPT code 92950 shall not be included in critical care E&M service time.
അതായത് ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റിലുള്ള ക്രിട്ടിക്കൽ കെയറും അതേപോലെ തന്നെ പ്രൊലോങ്ഡ് സർവീസും ടൈമിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്കറിയാലോ, മിനിമം 30 മിനിറ്റ് എങ്കിലും വേണം ക്രിട്ടിക്കൽ കെയർ റിപ്പോർട്ട് ചെയ്യാനായിട്ട്. ലെസ് ദാൻ 30 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ENM കോഡാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, CPR ക്രിട്ടിക്കൽ കെയറിൽ ബണ്ടിൽഡ് അല്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 2 മിനിറ്റ് നമ്മൾ CPRന് വേണ്ടി ചിലവഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ക്രിട്ടിക്കൽ കെയറിലെ ടൈമായിട്ട് നിങ്ങൾ പരിഗണിക്കരുത്, അത് നിങ്ങൾ ആഡ് ചെയ്യാൻ നിൽക്കരുത്. അതായത് ക്രിട്ടിക്കൽ കെയറിൻ്റെ ടൈമായിട്ട് നിങ്ങളത് ആഡ് ചെയ്യാൻ നിൽക്കരുത്. CPR ക്രിട്ടിക്കൽ കെയറിൽ ബണ്ടിൽഡ് അല്ല. സോ CPRൻ്റെ ടൈമും ക്രിട്ടിക്കൽ കെയറിൻ്റെ ഒപ്പം നിങ്ങൾ ആഡ് ചെയ്യാൻ നിൽക്കരുത്. ക്രിട്ടിക്കൽ കെയറിൽ ഏതൊക്കെയാണ് ബണ്ടിൽഡ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ചെസ്റ്റ് എക്സ്റേ, അതേപോലെ തന്നെ ബ്ലഡ് ഗ്യാസസ്, ECG, ബ്ലഡ് പ്രഷർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് ക്രിട്ടിക്കൽ കെയറിൽ ബണ്ടിൽഡ് ആയിട്ടുള്ളത്. 99291ലും 99292ലും ബണ്ടിൽഡ് ആയിട്ടുള്ളത്. അല്ലാതെ CPR അതിൽ ബണ്ടിൽഡ് അല്ല. സോ CPRന് ഒരു ഇത്ര ടൈം എടുത്തു എന്ന് ക്വസ്റ്റ്യനിൽ പറയുകയാണെങ്കിൽ അത് നിങ്ങൾ ക്രിട്ടിക്കൽ കെയറിൻ്റെ ഒപ്പം ആഡ് ചെയ്യാൻ നിൽക്കരുത്. അതായത് ക്രിട്ടിക്കൽ കെയർ ടൈമിൻ്റെ ഒപ്പം നിങ്ങൾ ആഡ് ചെയ്യാൻ നിൽക്കരുത്. CPRൻ്റെ ടൈം അതിൻ്റെ ഒപ്പം ആഡ് ചെയ്യരുത്. കാരണം CPR ക്രിട്ടിക്കൽ കെയറിൽ ബണ്ടിൽഡ് അല്ല. Next guideline, there is no CPT code to report emergency cardiac defibrillation. It is included in cardiopulmonary resuscitation. CPT code 92950. If emergency cardiac defibrillation without cardiopulmonary resuscitation is performed in the emergency department or critical or intensive care unit, the cardiac defibrillation service is not separately reportable. Providers or suppliers shall not report CPT code 92960 cardioversion elective external for emergency cardiac defibrillation. CPT code 92960 describe a planned elective procedure. If a planned elective external cardioversion is performed by a provider or supplier reporting critical care time, CPT code 99291, 99292, the time to perform the elective external cardioversion shall not be included in the critical care time. അതായത് എമർജൻസി കാർഡിയക് ഡീഫിബ്രിലേഷന് CPT കോഡ് ഇല്ല. പക്ഷേ എമർജൻസി കാർഡിയക് ഡീഫിബ്രിലേഷൻ CPRൻ്റെ കോഡായിട്ടുള്ള 92950ൽ ബണ്ടിൽഡാണ്. അതായത് CPRും കൊടുത്തു, ഒരു രോഗിക്ക് CPRും കൊടുത്തു, എമർജൻസി കാർഡിയക് ഡീഫിബ്രിലേഷനും കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാകെ ഒറ്റ കോഡ് റിപ്പോർട്ട് ചെയ്താൽ മതി, 92950. ബിക്കോസ് എമർജൻസി കാർഡിയക് ഡീഫിബ്രിലേഷൻ 92950ൽ ബണ്ടിൽഡാണ്. പക്ഷേ ഒരു പേഷ്യൻറ്റിന് ICUലോ അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലോ കാർഡിയോപൾമണറി റിസസിറ്റേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പക്ഷേ കാർഡിയക് ഡീഫിബ്രിലേഷൻ, എമർജൻസി കാർഡിയക് ഡീഫിബ്രിലേഷൻ മാത്രം പ്രൊവൈഡ് ചെയ്തു എങ്കിൽ അത് നിങ്ങൾ സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് CPR ഇല്ലാണ്ട് എമർജൻസി കാർഡിയക് ഡീഫിബ്രിലേഷൻ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലോ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലോ വെച്ച് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾ സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യം ഇല്ല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു CPT കോഡാണ് 92960 കാർഡിയോവേർഷൻ ഇലക്റ്റീവ് ഇലക്ട്രിക്കൽ കൺവേർഷൻ ഓഫ് അറിത്മിയ എക്സ്റ്റേണൽ. ഇൻറ്റേർണൽ ആണെന്നുണ്ടെങ്കിൽ 92961 ഉണ്ട് CPT കോഡ്. എന്താണ് ഈ അറിത്മിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറഗുലർ ഹാർട്ട് ബീറ്റാണ്. ഈ ഒരു കോഡുകൾ, അതായത് 92960 92961 അത് കാർഡിയക് ഡീഫിബ്രിലേഷൻ്റെ കോഡുകളല്ല. അതുകൊണ്ട് തന്നെ എമർജൻസി കാർഡിയക് ഡീഫിബ്രിലേഷന് വേണ്ടിയിട്ട് നിങ്ങൾ 92960 റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. 92960 ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഇലക്റ്റീവ് പ്രൊസീജിയറാണ്. ഈ ഒരു പ്രൊസീജിയർ നിങ്ങൾ ക്രിട്ടിക്കൽ കെയറിൻ്റെ ഒപ്പം ബണ്ടിൽഡ് അല്ല എന്ന് ഓർത്ത് വയ്ക്കണം. അതായത് ക്രിട്ടിക്കൽ കെയറിൻ്റെ ഒപ്പം ഈ ഒരു ഇലക്ട്രിക്കൽ കൺവേർഷൻ ഓഫ് അറിത്മിയ ഇലക്റ്റീവ് പ്രൊസീജിയർ ബണ്ടിൽഡ് അല്ല. സോ ഇതിനൊരു ടൈം നൽകിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ആ ഒരു ടൈം ക്രിട്ടിക്കൽ കെയർ ടൈമിനായിട്ട്
പരിഗണിക്കരുത്. ഇത് സെപ്പറേറ്റ്ലി തന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അതായത് കാർഡിയോവേർഷൻ, ഇലക്റ്റീവ് ഇലക്ട്രിക്കൽ കൺവേർഷൻ ഓഫ് അറീത്മിയ എക്സ്റ്റേണൽ ഓർ ഇൻറ്റേർണൽ, ആ 2 CPT കോഡ് 92960, 92961 ക്രിട്ടിക്കൽ കെയറിൽ ബണ്ടിൽഡല്ല, അത് സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 92950 കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ്റെ കോഡാണ്. ഇതിൽ എമർജൻസി കാർഡിയക് ഡീഫിബ്രിലേഷൻ ബണ്ടിൽഡാണ്. അതേപോലെ തന്നെ 92960 പ്ലാൻഡ് ആയിട്ടുള്ള ഇലക്റ്റീവ് പ്രൊസീജിയറിന് വേണ്ടിയിട്ടുള്ള കോഡാണ്. അത് എക്സ്റ്റേണൽ ആണെങ്കിൽ 92960, ഇൻറ്റേർണൽ ആണെങ്കിൽ 92961. ഇതൊന്നും എമർജൻസി കാർഡിയാക് ഡീഫിബ്രിലേഷൻ്റെ കോഡല്ല. അതായത് 92960യും 92961 എമർജൻസി കാർഡിയാക് ഡീഫിബ്രിലേഷൻ്റെ കോഡല്ല എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. പക്ഷേ ഈ എമർജൻസി കാർഡിയക് ഡീഫിബ്രിലേഷൻ 92950 ബണ്ടിൽഡാണ്. ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് CPRും കൊടുത്തു, അതേപോലെ തന്നെ എമർജൻസി കാർഡിയക് ഡീഫിബ്രിലേഷനും കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 92950 മാത്രം റിപ്പോർട്ട് ചെയ്താൽ മതി. പക്ഷേ പേഷ്യൻറ്റിന് CPR കൊടുത്തിട്ടില്ല, കാർഡിയക് ഡീഫിബ്രിലേഷൻ മാത്രമാണ് കൊടുത്തതെങ്കിൽ അത് നിങ്ങൾ സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഞാൻ ഒന്നും കൂടി പറയുകയാണ്. ഒരു പേഷ്യൻറ്റിന് എമർജൻസി കാർഡിയക് ഡീഫിബ്രിലേഷനും പ്രൊവൈഡ് ചെയ്തു, CPRും പ്രൊവൈഡ് ചെയ്തു. നിങ്ങൾ ഒറ്റ കോഡ് കൊടുത്താൽ മതി, 92950. 92960, 92961 പ്ലാൻഡ് ഇലക്റ്റീവ് പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ടുള്ള കോഡാണ്. അത് എമർജൻസി കാർഡിയക് ഡീഫിബ്രിലേഷൻ്റെ കോഡല്ല. അതേപോലെ തന്നെ ഈ എലക്റ്റീവ് പ്രൊസീജിയറിൻ്റെ കോഡുകളായിട്ടുള്ള 92960, 92961 ക്രിട്ടിക്കൽ കെയറിൽ ബണ്ടിൽഡ് അല്ല. സോ ഇതിനൊരു ടൈം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ക്രിട്ടിക്കൽ കെയറിൻ്റെ ടൈമിനൊപ്പം ആഡ് ചെയ്യാൻ നിൽക്കരുത്. A number of diagnostic and therapeutic cardiovascular procedures, example CPT codes 92950 to 92998, 93451 93533, 93600 to 93624, 93640 to 93657 routinely use intravenous or intra-arterial vascular access, routinely require electrocardiographic monitoring, and frequently require agents administered by injection or infusion techniques. Since these services are integral components of the more comprehensive procedures, code for routine vascular access, ECG monitoring, and injection or infusion service are not separately reportable. Fluoroscopic guidance is integral to diagnostic and therapeutic intravascular procedures and is not separately reportable. HIPICs or CPT codes describing radiologic supervision and interpretation for specific intervention vascular procedure may be separately reportable. എല്ലാവരും ഞാൻ പറയുന്നതിനൊപ്പം CPT കോഡ് CPT ബുക്കിൽ ശ്രദ്ധിക്കേണ്ടതാണ്. CPT കോഡ് 92950 92998, 93451 93533, 93600 93624, 93640 93657. ഈ കോഡുകളിലൊക്കെ ഓൾറെഡി ഇലക്ട്രോകാർഡിയോഗ്രാഫിക് മോണിറ്ററിങ്, അതേപോലെ തന്നെ ഇഞ്ചക്ഷൻ ഓർ ഇൻഫ്യൂഷൻ ടെക്നിക്സ് ഒക്കെ ബണ്ടിൽഡാണ്. അതേപോലെ തന്നെ ഇൻട്രാവീനസ് ഓർ ഇൻട്രാ ആർട്ടീരിയൽ വാസ്കുലർ ആക്സസ് ഒക്കെ ഇതിൽ ഓൾറെഡി ബണ്ടിൽഡാണ്. അതൊന്നും നിങ്ങൾ സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ കോഡുകൾ മീൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോഡുകളിലൊക്കെ ഓരോ പ്രൊസീജിയേഴ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ. ആ പ്രൊസീജിയേഴ്സ് ചെയ്യാനായിട്ട് എന്തായാലും ഇൻട്രാവീനസ് ഓർ ഇൻട്രാ ആർട്ടീരിയൽ വാസ്കുലർ ആക്സസിൻ്റെയും അതേപോലെ തന്നെ ഇലക്ട്രോ കാർഡിയോഗ്രാഫിക് മോണിറ്ററിങ്ങിൻ്റെയും ഇൻഫ്യൂഷൻ്റെയും ഇഞ്ചക്ഷൻ്റെയും എന്തായാലും ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു പാർട്ടാണ് ഈ പ്രൊസീജിയേഴ്സിൻ്റെ ഒക്കെ, ഈ കോഡുകളിൽ പറഞ്ഞിട്ടുള്ള പ്രൊസീജിയേഴ്സിൻ്റെ ഒക്കെ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നിങ്ങളതൊന്നും സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഓൾറെഡി ഈ പറഞ്ഞിട്ടുള്ള കോഡുകളിൽ ബണ്ടിൽഡാണ്. അതായത് ഇഞ്ചക്ഷൻ, ഇൻഫ്യൂഷൻ, ഇലക്ട്രോ കാർഡിയോഗ്രാഫിക് മോണിറ്ററിങ്, ഇൻട്രാ ആർട്ടീരിയൽ ഓർ ഇൻട്രാവീനസ് വാസ്കുലർ ആക്സസ് ഒക്കെ നിങ്ങൾ സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ കോഡുകളുടെ ഒപ്പം ഇതിൽ ഓൾറെഡി അത് ബണ്ടിൽഡാണ്. റുട്ടീൻ വാസ്കുലർ ആക്സസ്, ECG monitoring,
and injection or infusion service are നോട്ട് സെപ്പറേറ്റ്ലി റിപ്പോർട്ടബിൾ. അതായത് ECG മോണിറ്ററിങ്ങും ഇഞ്ചക്ഷനും അല്ലെങ്കിൽ ഇൻഫ്യൂഷൻ, റുട്ടീൻ വാസ്കുലർ ആക്സസ് പ്രൊസീജിയേഴ്സൊക്കെ ഈ പറഞ്ഞിട്ടുള്ള കോഡുകളുടെ ഒപ്പം ബണ്ടിൽഡാണ്. അത് നിങ്ങൾ സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഫ്ലൂറോസ്കോപ്പിക് ഗൈഡൻസും ഈ ഒരു കോഡുകളുടെ ഒപ്പം ബണ്ടിൽഡാണ്. അത് സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 929502 92998, 934512 93533, 93600 93624, 93640 93657 ഈ കോഡുകളുടെ ഒപ്പം എന്തൊക്കെ ബണ്ടിൽഡാണ്? ഫ്ലൂറോസ്കോപ്പിക് ഗൈഡൻസ് ബണ്ടിൽഡാണ്, ECG മോണിറ്ററിംഗ് ബണ്ടിൽഡാണ്, ഇഞ്ചക്ഷൻ ഓർ ഇൻഫ്യൂഷൻ സർവീസ് ബണ്ടിൽഡാണ്, റുട്ടീൻ വാസ്കുലർ ആക്സസും ബണ്ടിൽഡാണ്. ഇതൊന്നും സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഈ കോഡുകളുടെ ഒപ്പം. പക്ഷേ റേഡിയോളജിക് സൂപ്പർവിഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്ന CPT കോഡായാലും ഹിപ്പിക്സ് കോഡായാലും നമുക്ക് ഇതിൻ്റെ ഒപ്പം റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഗൈഡ് ലൈൻ, കാർഡിയാക് ഔട്ട്പുട്ട് മെഷർമെൻറ്റ്സ് 93598 are routinely performed during cardiac catheterization procedures. Per CPT instruction, CPT code 93598 shall not be reported separately with cardiac catheterization codes. അതായത് കാർഡിയാക് കത്തീറ്ററൈസേഷൻ്റെ ഒപ്പം കാർഡിയാക് ഔട്ട്പുട്ട് മെഷർമെൻറ്റ് ബണ്ടിൽഡാണ്. സോ അത് സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. CPT codes 93797 and 93798 describe comprehensive services provided by a physician for cardiac rehabilitation. Since these codes include all services necessary for cardiac rehabilitation, E&M codes shall not be reported separately unless a significant, separately identifiable E&M service is performed and documented in the medical record. The provider or supplier should report the E&M service with the modifier 25 to indicate that it was significant and separately identifiable. CPT code 93797 നോക്കുക. Physician or other qualified healthcare professional service for outpatient cardiac rehabilitation without continuous ECG monitoring per session. വിത്ത് കണ്ടിന്യൂസ് ECG മോണിറ്ററിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട കോഡ് 93798 ആണ്. ഈ ഒരു ഗൈഡ് ലൈൻ മെൻഷൻ ചെയ്തിരിക്കുന്നത് CPT കോഡ് 93797, 93798 കാർഡിയാക് റീഹാബിലിറ്റേഷൻ്റെ കോഡുകളാണ്. ഇതിൻ്റെ കൂടെ എക്സ്ട്രാ E&M ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതുമായി റിലേറ്റ് ചെയ്യാത്ത ഏതെങ്കിലും E&M സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് റിപ്പോർട്ട് ചെയ്യണം വിത്ത് മോഡിഫയർ 25. അതായത് CPT കോഡ് 93797, 93798 ഇവയിൽ കാർഡിയാക് റീഹാബിലിറ്റേഷനുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. സോ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും E&M സർവീസ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ എന്തെങ്കിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടും അതേപോലെ തന്നെ സെപ്പറേറ്റുമായിട്ടുള്ള E&M സർവീസ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം യൂസിങ് മോഡിഫയർ 25. മോഡിഫയർ 25 E&M സർവീസ് കോഡിൻ്റെ ഒപ്പമാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഗൈഡ് ലൈൻ, കാർഡിയാക് റീഹാബിലിറ്റേഷൻ സർവീസസ് include medical nutrition services to reduce cardiac disease risk factors. Medical nutrition therapy CPT codes 97802 to 97804 shall not be reported separately for the same patient encounter. However, medical nutrition therapy services provided under the Medicare benefit for patient with diabetes or chronic renal failure performed at a separate patient encounter on the same date of service may be reported separately.
അതായത് കാർഡിയക് റീഹാബിലിറ്റേഷൻ സർവീസിൻ്റെ ഒപ്പം മെഡിക്കൽ ന്യൂട്രീഷൻ സർവീസ് ബണ്ടിൽഡാണ്. സോ അത് സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. മെഡിക്കൽ ന്യൂട്രീഷൻ സർവീസിൻ്റെ കോഡുകളാണ് 97802 to 97804 വരെ. ഈ കോഡുകൾ അക്യുപങ്ചർ എന്ന ഒരു സെക്ഷൻ്റെ മുകളിലായിട്ടുണ്ട് കോഡ് കൊടുത്തിട്ടുണ്ട്. മെഡിക്കൽ ന്യൂട്രീഷൻ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് 97802, 97803, 97804. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു കാർഡിയക് റീഹാബിലിറ്റേഷൻ സേവനങ്ങളിൽ മെഡിക്കൽ ന്യൂട്രീഷൻ തെറാപ്പി ബണ്ടിൽഡാണ്. അത് നിങ്ങൾ സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന്. പക്ഷേ ഒരു പേഷ്യൻ്റ്, ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് അല്ലെങ്കിൽ ഒരു ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ള ഒരു പേഷ്യൻ്റ്, അവർക്ക് നമ്മൾ മെഡിക്കൽ ന്യൂട്രീഷൻ തെറാപ്പി മെഡിക്കെയർ ആനുകൂല്യത്തിൻ്റെ കീഴിൽ നൽകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യണം. അതായത് മെഡിക്കെയർ ആനുകൂല്യത്തിൻ്റെ കീഴിൽ ഒരു പേഷ്യൻറ്റിന് മെഡിക്കൽ ന്യൂട്രീഷൻ തെറാപ്പി പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ പേഷ്യൻ്റ് ഒന്നില്ലെങ്കിൽ ഡയബറ്റിക് പേഷ്യൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ക്രോണിക് റീനൽ ഫെയിലിയർ ഉള്ള ഒരു പേഷ്യൻ്റ് ആയിരിക്കണം. ആ ഒരു പേഷ്യൻറ്റിന് മെഡിക്കൽ ന്യൂട്രീഷൻ തെറാപ്പി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യണം. അതായത് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ്, ആ പേഷ്യൻറ്റിന് കാർഡിയക് റീഹാബിലിറ്റേഷനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മെഡിക്കൽ ന്യൂട്രീഷൻ തെറാപ്പിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പേഷ്യൻ്റ് ഡയബറ്റിക് ആണ്. ആ പേഷ്യൻറ്റിന് മെഡിക്കൽ ന്യൂട്രീഷൻ തെറാപ്പി പ്രൊവൈഡ് ചെയ്യുന്നത് മെഡിക്കെയറിൻ്റെ ബേസിസിലാണ്. സോ അതുകൊണ്ട് നമ്മൾ കാർഡിയക് റീഹാബിലിറ്റേഷൻ സർവീസും അതിൻ്റെ കോഡും നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ മെഡിക്കൽ ന്യൂട്രീഷൻ തെറാപ്പിയുടെ കോഡ് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അതും സെയിം ഡേറ്റിലാവുമ്പോൾ കേട്ടോ. ഈ സെയിം ഡേറ്റിലായിരിക്കണം മെഡിക്കൽ ന്യൂട്രീഷൻ തെറാപ്പിയും കൊടുക്കണം, അതേപോലെ തന്നെ കാർഡിയക് റീഹാബിലിറ്റേഷനും കൊടുക്കണം. നെക്സ്റ്റ് ഗൈഡ് ലൈൻ: ഫിസിക്കൽ ഓർ ഒക്യുപേഷണൽ തെറാപ്പി സർവീസസ് പെർഫോംഡ് അറ്റ് ദ സെയിം പേഷ്യൻ്റ് എൻകൗണ്ടർ ആസ് cardiac rehabilitation services are included in the cardiac rehabilitation benefit and are not separately reportable. If physical therapy or occupational therapy services are performed at a separate, medically reasonable and necessary patient encounter on the same date of service as cardiac rehabilitation services, both type of services may be reported using an NCCI PTP associated modifier. അതായത് കാർഡിയക് റീഹാബിലിറ്റേഷൻ സർവീസസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പേഷ്യൻറ്റിന് ഫിസിക്കൽ തെറാപ്പിയോ ഒക്യുപേഷണൽ തെറാപ്പിയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ആ രണ്ട് സർവീസ്, അതായത് ഫിസിക്കൽ തെറാപ്പി ആൻഡ് ഒക്യുപേഷണൽ തെറാപ്പി സർവീസ് സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവ രണ്ടും കാർഡിയക് റീഹാബിലിറ്റേഷൻ ബെനിഫിറ്റ് സർവീസിൽ ബണ്ടിൽഡാണ്. സോ അത് സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ കാർഡിയക് റീഹാബിലിറ്റേഷൻ സർവീസ് നടന്നുകൊണ്ടിരിക്കുന്ന ആ സെയിം ഡേറ്റിൽ തന്നെ ഒരു പേഷ്യൻറ്റിന് ഫിസിക്കൽ ഓർ ഒക്യുപേഷണൽ തെറാപ്പി മെഡിക്കലി റീസണബിൾ ആൻഡ് നെസസറി ഓർ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളതെന്തായാലും റിപ്പോർട്ട് ചെയ്യണം. NCCI PTP മോഡിഫയേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് E1 to E4, FA, F1 to F9, TA, T1 to T9, LT, RT, LC, LD, RC, LM, RI ഇതൊക്കെയാണ് NCCI PTP മോഡിഫയേഴ്സ്. ഈ ഫിസിക്കൽ തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ടൈം കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഫിസിക്കൽ തെറാപ്പി. ഷോർട്ട് ടൈം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒക്യുപ്പേഷണൽ തെറാപ്പിക്ക് വേണ്ടി എടുക്കുന്ന ടൈമിനേക്കാൾ താരതമ്യേന കുറവ് എന്നതാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഒക്യുപ്പേഷണൽ തെറാപ്പിക്ക്, അതായത് ഫിസിക്കൽ തെറാപ്പിനെക്കാട്ടിലും കൂടുതൽ ടൈം എടുക്കും. നിങ്ങൾ ഫ്രണ്ട്സ് എന്നുള്ള സിനിമയിൽ നമ്മുടെ ജയറാമിൻ്റെ അവസ്ഥ കണ്ടിട്ടില്ലേ? അതായത് ഒന്നും സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാണ്ടിരിക്കുന്ന ഒരു അവസ്ഥയില്ലേ? അതാണ് അതിൽ നിന്ന്, അതായത് ആ സീറോ സിറ്റുവേഷനിൽ നിന്ന് ഹീറോയിലേക്ക് ആക്കി മാറ്റുന്ന ഒരു സംഭവമാണ് ഒക്യുപ്പേഷണൽ തെറാപ്പി. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എങ്ങനെയൊന്ന് പറഞ്ഞത് മാത്രം. അതായത്
സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാക്കുകയാണ് ഈ ഒക്യുപ്പേഷൻ തെറാപ്പി കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം അവർക്ക് ഒന്നിനും പറ്റാത്തൊരവസ്ഥയിൽ ആയിരിക്കും. പക്ഷേ ഫിസിക്കൽ തെറാപ്പി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഫിസിക്കൽ തെറാപ്പിയുടെ കോഡുകൾ പറഞ്ഞു കഴിഞ്ഞാൽ 97161, 97162, 97163, 97164. ഒക്യുപ്പേഷണൽ തെറാപ്പിയുടെ കോഡുകളാണ് 97165, 97166, 97167, 97168. ഫങ്ഷണൽ സ്റ്റാറ്റസ് എന്നുള്ളത് ഒക്യുപ്പേഷണൽ തെറാപ്പിയുടെ കീവേഡാണ്. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. Next guideline. If a physician in attendance for a cardiac stress test obtains a history and performs a limited physical examination related to the cardiac stress test, a separate E&M code shall not be reported separately unless a significant, separately identifiable E&M service is performed unrelated to the performance of the cardiac stress test. The E&M code should be reported with a modifier 25 to indicate that it is a significant, separately identifiable E&M service. അതായത് ഫിസിഷ്യൻ ഒരു പേഷ്യൻറ്റിന് കാർഡിയക് സ്ട്രെസ് ടെസ്റ്റ് ചെയ്തു. അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള E&M സർവീസും അയാൾ നൽകി. പക്ഷേ ആ ഒരു സ്ട്രെസ് ടെസ്റ്റിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള E&M സർവീസ് ബണ്ടിൽഡാണ്. സോ അത് നിങ്ങൾ സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അതുമായി ബന്ധപ്പെടാത്ത പക്ഷെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു E&M സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മോഡിഫയർ 25 യൂസ് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്യണം. അതായത് ഒരു പേഷ്യൻറ്റ് കാർഡിയക് സ്ട്രെസ് ടെസ്റ്റ് ഒരു ഫിസിഷ്യൻ വന്നിട്ട് ചെയ്തു. ആ ഒരു ഫിസിഷ്യൻ ആ ഒരു പേഷ്യൻറ്റിൻ്റെ ഹിസ്റ്ററി ഒബ്റ്റെയിൻ ചെയ്തു. അതേപോലെ തന്നെ ലിമിറ്റഡ് ഫിസിക്കൽ എക്സാമിനേഷനൊക്കെ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു E&M സർവീസ് നിങ്ങൾ ഇതിൻ്റെ ഒപ്പം സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് അത് ഓൾറെഡി അതിൽ ബണ്ടിൽഡ് ആയിരിക്കും. അതായത് ഫിസിഷ്യൻ പേഷ്യൻറ്റിന് കാർഡിയക് സ്ട്രെസ് ടെസ്റ്റ് ചെയ്തു. അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഹിസ്റ്ററി ആൻഡ് പെർഫോംസ് ലിമിറ്റഡ് ഫിസിക്കൽ എക്സാമിനേഷനൊക്കെ അയാൾ പെർഫോം ചെയ്തു. അതായത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള E&M സർവീസ് അയാൾ പെർഫോം ചെയ്തിട്ടുണ്ട്. സോ ആ E&M സർവീസ് നിങ്ങൾ സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് അത് ഓൾറെഡി കാർഡിയക് സ്ട്രെസ് ടെസ്റ്റിൽ ബണ്ടിൽഡാണ്. പക്ഷേ കാർഡിയക് സ്ട്രെസ് ടെസ്റ്റുമായി ബന്ധപ്പെടാത്ത ഏതെങ്കിലും ഒരു E&M സർവീസ് ആ പ്രൊവൈഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളതെന്ത് ചെയ്യണം? സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യണം യൂസിങ് മോഡിഫയർ 25. അതായത് E&M സർവീസിൻ്റെ ഒപ്പമാണ് മോഡിഫയർ 25 യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഗൈഡ്ലൈൻ. കാർഡിയോവാസ്കുലർ സ്ട്രെസ് ടെസ്റ്റ് ഇൻക്ലൂഡ് ഇൻസേർഷൻ ഓഫ് നീഡിൽ ആൻഡ് or catheter, infusion or injection and ECG strips. Example, CPT codes 36000, 36410, 96360 to 96376, 93000 to 93010, 93040 to 93042. These services shall not be reported separately. അതായത് കാർഡിയോവാസ്കുലർ സ്ട്രെസ് ടെസ്റ്റിൽ നീഡിൽ ഇൻസേർഷൻ അല്ലെങ്കിൽ കത്തീറ്റർ ഇൻസേർഷൻ, ഇൻഫ്യൂഷൻ ഓർ ഇഞ്ചക്ഷൻ, ECG സ്ട്രിപ്സ് അതൊക്കെ സ്ട്രെസ് ടെസ്റ്റിൻ്റെ ഭാഗമാണ്. അതായത് ഈ കാര്യങ്ങളൊക്കെ സ്ട്രെസ് ടെസ്റ്റിൽ ബണ്ടിൽഡാണ്. അതൊന്നും സെപ്പറേറ്റ്ലി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് എക്സാമ്പിളായിട്ട് കുറച്ച് കോഡുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 36000, 36410, എക്സെട്ര. ആ കോഡുകളൊന്നും സ്ട്രെസ് ടെസ്റ്റിൻ്റെ ഒപ്പം നിങ്ങൾ സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓൾറെഡി അതിൽ ബണ്ടിൽഡാണ്. നെക്സ്റ്റ് ഗൈഡ്ലൈൻ. CPT കോഡ്സ് 930402, 93042 ഡിസ്ക്രൈബ് ഡയഗ്നോസ്റ്റിക് റിതം ECG ടെസ്റ്റിംഗ്. They shall not be reported for cardiac rhythm monitoring in any site of service. അതായത് CPT കോഡ് 930402, 93042 ശ്രദ്ധിക്കുക. റിതം ECG 1 to 3 leads with interpretation and report ആണ് 93040. ട്രേസിംഗ് ഓൺലി വിത്തൗട്ട് ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് റിപ്പോർട്ട് ആണെങ്കിൽ 93041.
ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് റിപ്പോർട്ട് ഓൺലി ആണെന്നുണ്ടെങ്കിൽ 93042. ഈ കോഡുകൾ ഡയഗ്നോസ്റ്റിക് റിതം ECG ടെസ്റ്റിങ്ങിൻ്റെ കോഡുകളാണ്. പക്ഷേ ഈ കോഡുകൾ കാർഡിയക് റിതം മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ട് എനി സൈറ്റ് ആയിക്കോട്ടെ കാർഡിയക് റിതം മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. CPT കോഡ് 93025 ശ്രദ്ധിക്കുക. MTWAൻ്റെ കോഡാണ്. അതിൻ്റെ ഒപ്പം ആ ഒരു ടെസ്റ്റിൻ്റെ ഒപ്പം സബ് മാക്സിമൽ സ്ട്രെസ് ടെസ്റ്റ് കൂടി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് CPT കോഡ് 930152 930118 വരെയുള്ള കോഡുകൾ 93025ൻ്റെ ഒപ്പം റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓൾറെഡി 93025ൻ്റെ ഒപ്പം ബണ്ടിൽഡാണ്.